അസം UDFിൻ്റെ തീക്കാറ്റ് പോലത്തെ വിജയം തന്നെയാണ് ഈ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിലെ ശ്രദ്ധേയമായ കാര്യം. അത് കേരളത്തിലെ ജനങ്ങൾക്ക് ആശ്വാസം നൽകുന്നതാണ്. കാരണം പിണറായിയുടെ ഈ ദുർഭരണം ഇനി ഏറെ നാളില്ലല്ലോ എന്ന് ആശ്വസിക്കാൻ കഴിയുന്നത്. എന്നാൽ ഇവിടെ വലിയൊരു രാഷ്ട്രീയ മാറ്റത്തിന് കളമൊരുങ്ങുന്നു എന്ന് തിരിച്ചറിയേണ്ടതുണ്ട്. അത് CPIM എന്ന ഈ നാടിനെ ഭരിച്ചു മുടിപ്പിച്ച ഒരു വൃത്തികെട്ട രാഷ്ട്രീയ പ്രസ്ഥാനത്തിൻ്റെ അന്ത്യകർമ്മം ആരംഭിച്ചു എന്ന കാര്യമാണ്. മലയാളികൾ പുരോഗമനാശയ രോഗമുള്ളവരാണ്. പുരോഗമനാശയ രോഗത്തിൻ്റെ കുഴപ്പം സത്യബോധം അവർക്ക് നഷ്ടപ്പെടും. പുരോഗമനപരം എന്ന് കരുതുന്ന പൊളിറ്റിക്കൽ കറക്റ്റായ കാര്യങ്ങളുടെ പിന്നാലെ പോകും. പിന്നാമ്പുറത്ത് ഏതുതരം തട്ടിപ്പ് നടത്തിയാലും പുറത്ത് അവർ പുരോഗമന രോഗികളായിരിക്കും. ആ പുരോഗമന രോഗം അല്ലെങ്കിൽ വോക്കിസം അതാണ് അവരുടെ അജണ്ട. അതുകൊണ്ട് തന്നെ സംഘപരിവാറിനോട് ചേർന്ന് നിൽക്കാനോ അവർ ചെയ്യുന്ന നല്ല കാര്യം സമ്മതിക്കാനോ പോലും ഇവർക്ക് കഴിയുമായിരുന്നില്ല. ഈ ജനസംഖ്യയുടെ പ്രാതിനിധ്യം ഓർത്തു നോക്കണം. ഏതാണ്ട് 80% വരും. അതായത് LDFും UDFും ചേർന്നാൽ തന്നെ 80%. പിന്നെ എല്ലാവരും കൂടി അവശേഷിക്കുന്ന 20% ഉൾപ്പെടുന്നതാണ് ഈ സംഘപരിവാർ. ആ പുരോഗമന രോഗികൾക്കിടയിൽ സംഘപരിവാർ പതിയെ ഇവിടെ നിലയുറപ്പിക്കുകയായിരുന്നു. 2014 മോദി അധികാരത്തിൽ വന്നപ്പോഴാണ് കേവലം 5% വോട്ട് ബാങ്കിൽ നിന്നും ആദ്യമായി കേരളത്തിൽ BJPക്ക് ഒരു ഉണർവുണ്ടാകുന്നത്. ഇക്കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ അത് 19-20% വരെ ഉയർന്നു. അതിനു മുകളിലേക്ക് പോവാതിരിക്കാൻ ഇവിടെ സംഖ്യകൾ എന്നാൽ അശ്ലീലമാണ് എന്ന ഒരു ചരിത്രബോധമുണ്ടാക്കിയെടുത്ത് സംഘപരിവാറിനെ പിന്തുണച്ചാൽ തന്നെ കുഴപ്പമാണ്. ഇനി മറ്റ് രാഷ്ട്രീയത്തെ പിന്തുണച്ചില്ലെങ്കിൽ സംഖ്യയാണ് എന്നൊക്കെ ചേർത്ത് നിർത്തി. നിർഭാഗ്യവശാൽ കേരളത്തിലെ BJPക്കാർക്ക് ഈ ഒരു സംവിധാനത്തെ തച്ചുടയ്ക്കാൻ കഴിഞ്ഞില്ല. അവരുടെ ശത്രു കോൺഗ്രസ് ആയിപ്പോയി. കോൺഗ്രസ് പാർട്ടിയോടല്ല എതിരിടേണ്ടത്, CPMനോടാണ് എന്ന് ആരും അവർക്ക് പറഞ്ഞു കൊടുത്തില്ല. അനേകം വീഡിയോകളിലൂടെ വാർത്തകളിലൂടെ ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടുള്ളതാണ്, കേരളത്തിലെ BJP വളരണമെങ്കിൽ CPMനോട് നേർക്കുനേർ ഏറ്റുമുട്ടണം. കാരണം കേരളത്തിലെ ഏറ്റവും വലിയ ഹിന്ദു പാർട്ടി CPM ആണ്. കോൺഗ്രസിനെ തകർക്കുക സാധ്യമല്ല കേരളത്തിൽ. കാരണം മുസ്ലിം വോട്ട് ബാങ്ക് കോൺഗ്രസിന്റെ പിന്നിലാണ്. CPMനൊപ്പം നിയമസഭയിൽ അവർ നിന്നാലും ലോക്സഭയിൽ വരുമ്പോൾ മുസ്ലിം വോട്ടർമാർ കോൺഗ്രസിനൊപ്പം നിൽക്കും. കാരണം അവരുടെ 1 നമ്പർ ശത്രു മോദിയും BJPയുമാണ്. അതുകൊണ്ട് ഒരിക്കലും കോൺഗ്രസിനെ തകർത്ത് BJPക്ക് കളം പിടിക്കാൻ കഴിയില്ല. അതേസമയം CPMനെ തച്ചുടയ്ക്കാൻ ഇറങ്ങിയാൽ അവർക്ക് എളുപ്പമാണ്. പക്ഷേ ഇതവർക്ക് പിടികിട്ടുമായിരുന്നില്ല. പിടികിട്ടിയിരുന്നെങ്കിൽ പണ്ടേ സ്വർണ്ണക്കടത്ത് മുതൽ ശബരിമല കൊള്ള വരെയുള്ള CPMന്റെ വൃത്തികേടുകൾക്കെതിരെ കേന്ദ്ര ഏജൻസികൾ നടപടിയെടുക്കുമായിരുന്നു. പക്ഷെ അപ്രതീക്ഷിതമായി ഒരു മാറ്റം വരുന്നു. ആ മാറ്റത്തിന് തുടക്കമിട്ടത് രാജീവ് ചന്ദ്രശേഖർ BJPയുടെ സംസ്ഥാന പ്രസിഡന്റ് ആയപ്പോഴാണ്. രാജീവ് ചന്ദ്രശേഖർ വികസനം എന്ന വിഷയം ഉയർത്തിപ്പിടിക്കുന്നു. രാഹുൽ മാങ്കൂട്ടം അടക്കമുള്ള പെണ്ണ് കേസുകളുടെ പിന്നാലെ പോകുന്നില്ല. CPMനെ കൃത്യമായി ടാർഗറ്റ് ചെയ്ത് ചാട്ടുളി പോലെയുള്ള പ്രയോഗങ്ങളിലൂടെ അവർക്കെതിരെ യുദ്ധം പ്രഖ്യാപിക്കുന്നു. അതിന്റെ ഫലമാണ് ഇപ്പോൾ സംഭവിച്ചിരിക്കുന്നത്. നോക്കുക, തിരുവനന്തപുരം കോർപ്പറേഷൻ BJP പിടിച്ചിരിക്കുന്നു. ഇപ്പോഴത്തെ വോട്ട് നില അനുസരിച്ച് 101 സീറ്റുകളിൽ 50 സീറ്റ് BJP നേടും. ഇനി അത് 2-3 സീറ്റ് കുറഞ്ഞു പോയാലും BJPക്ക് ഭരണം നഷ്ടപ്പെടുകയില്ല. കാരണം 2 സീറ്റിൽ വിജയിച്ചിരിക്കുന്നത് സ്വതന്ത്രരാണ്. ഒരാൾ കോൺഗ്രസ് വിമതനും മറ്റൊരാൾ CPM വിമതനും. അതുകൊണ്ട് തന്നെ കോൺഗ്രസും CPMും ഒരുമിച്ച് നിന്നാൽ പോലും BJPയെ ഇത് ദോഷമായി ബാധിക്കില്ല. തിരുവനന്തപുരം കോർപ്പറേഷൻ ചരിത്രം പരിശോധിച്ചാൽ ഒറ്റയ്ക്ക് ഭൂരിപക്ഷം ഇല്ലെങ്കിലും കംഫർട്ടബിളായി ഭരിക്കാം. പ്രശാന്തിന്റെ കാലത്ത് ഒറ്റയ്ക്ക് ഭൂരിപക്ഷം ഇല്ലാതാണ് CPIM തിരുവനന്തപുരം കോർപ്പറേഷൻ ഭരിച്ചത്. ഒരു കോർപ്പറേഷൻ കംഫർട്ടബിൾ മജോറിറ്റിയിൽ BJP നേടി എന്ന് പറഞ്ഞാൽ ചെറിയ കാര്യമല്ല. 2 മുനിസിപ്പാലിറ്റികളിൽ അവർ വിജയം ഉറപ്പിച്ചിരിക്കുന്നു. പൂഞ്ഞാർ, തെക്കേക്കര പോലുള്ള പഞ്ചായത്തുകളിൽ അവർ വിജയം നേടിയിരിക്കുന്നു. നിലവിൽ BJPക്ക് ഏതാണ്ട് 1500 സീറ്റിൽ താഴെ മാത്രമാണ് കേരളത്തിൽ അങ്ങോളം ഇങ്ങോളമായി നേടാൻ കഴിഞ്ഞിട്ടുള്ളത്. അത് ഏതാണ്ട് 3000 സീറ്റായി മാറുന്ന സാഹചര്യമാണുള്ളത്. എന്ന് വെച്ചാൽ BJPയുടെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലെ തെരഞ്ഞെടുപ്പ് ഫലം ഇരട്ടി റിസൾട്ട് ഉണ്ടാക്കിയിരിക്കുന്നു. പൂഞ്ഞാർ തെക്കേക്കര പഞ്ചായത്ത് BJP ക്ലച്ച് പിടിക്കാത്ത പഞ്ചായത്താണ്. BJP ഭരണമുറപ്പിച്ചിരിക്കുന്നു. എന്നെ അത്ഭുതപ്പെടുത്തിയത് ഞങ്ങളുടെ വാർഡ്, അതായത് എരുമേലി പഞ്ചായത്തിലെ ഇടകടത്തി ഒമ്മിക്കപ്പ പാണവല ഉൾപ്പെടുന്ന വാർഡ്. അവിടെ BJPക്ക് പാണവലാവിൽ യൂണിറ്റ് ഉണ്ടെങ്കിലും ഈ വാർഡ് സ്ഥിതി ചെയ്യുന്ന ഇടകടത്തി ഒമ്മിക്കപ്പയിൽ BJP ഒട്ടും ശക്തമല്ല. കോൺഗ്രസും CPMും മാത്രമാണ് അവിടെയുള്ളത്.
ക്രൈസ്തവ ഹൈന്ദവ വോട്ടർമാർ മാത്രമാണുള്ളത്. ഈഴവരും സീറോ മലബാർ ക്രിസ്ത്യാനികളുമാണ് അവരിൽ തന്നെ കൂടുതൽ. അവിടെ BJP സ്ഥാനാർത്ഥി ജയിച്ചിരിക്കുന്നു ചരിത്രത്തിൽ ആദ്യമായി. അങ്ങനെ BJP പലയിടങ്ങളിലും വലിയ വിജയം നേടിയിരിക്കുന്നു. നിലവിലുള്ള കണക്കനുസരിച്ച് ഏതാണ്ട് 1300-ലധികം സീറ്റുകളിൽ ഗ്രാമപഞ്ചായത്തിൽ BJP ലീഡ് ചെയ്യുമ്പോൾ 75ഓളം ബ്ലോക്ക് സീറ്റുകളിലും 3 ഡിസ്ട്രിക്ട് പഞ്ചായത്ത് സീറ്റുകളിലും 85 കോർപ്പറേഷൻ സീറ്റുകളിലും 330 മുനിസിപ്പൽ സീറ്റുകളിലും ലീഡ് ചെയ്യുകയാണ്. തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം, തൃശൂർ, പാലക്കാട് തുടങ്ങി കാസർഗോഡ് തുടങ്ങി ഒട്ടുമിക്ക ജില്ലകളിലും BJP പല പഞ്ചായത്തുകളും നേടിയിട്ടുണ്ട്. ഇനി നേടിയവ മാറ്റിവെക്കുക. എത്രയോ ഇടത്ത് BJP-യാണ് പ്രതിപക്ഷം. ഉദാഹരണം ഇടുക്കി ജില്ലയിലെ തൊടുപുഴ മുനിസിപ്പാലിറ്റിയിലേക്ക് പോവുക. തൊടുപുഴയിൽ 19 സീറ്റുകൾ നേടി UDF ഭരണം ഉറപ്പിച്ചപ്പോൾ LDF-ന് ആകെയുള്ളത് കേവലം 3 സീറ്റാണ്. 9 സീറ്റ് നേടി BJP-യാണ് രണ്ടാമത്. തിരുവനന്തപുരത്ത് വർക്കലയിൽ LDF-ന് 16 സീറ്റ് ഉള്ളപ്പോൾ BJP-ക്ക് 10 സീറ്റ് ഉള്ളപ്പോൾ UDF-ന് കേവലം 6 സീറ്റ്. ആറ്റിങ്ങലിൽ CPM-ന് 16 സീറ്റ് ഉള്ളപ്പോൾ കോൺഗ്രസിനൊപ്പം തന്നെ BJP-ക്ക് 7 സീറ്റുണ്ട്. കൊല്ലം നഗരസഭയിൽ 10 സീറ്റുകൾ BJP നേടിയിരിക്കുന്നു. കൊല്ലം നഗരസഭയിൽ 10 സീറ്റ് ചെറിയ കാര്യമല്ല. ചങ്ങനാശ്ശേരി നഗരസഭയിൽ കോട്ടയത്ത് 8 സീറ്റുണ്ട് NDA-ക്ക്. LDF-ന് ആകെയുള്ളത് 9 സീറ്റ്. തൃപ്പൂണിത്തുറ നഗരസഭയിൽ 21 സീറ്റോടുകൂടി NDA മുമ്പിൽ നിൽക്കുന്നു. മൂന്നാമതുള്ള CPM-ന് കേവലം 12 സീറ്റ്. കൊടുങ്ങല്ലൂർ നഗരസഭയിൽ 25 സീറ്റ് CPM-നുണ്ടെങ്കിൽ 3 സീറ്റാണ് UDF-നുള്ളത്. 18 സീറ്റ് BJP-ക്കാണ്. പാലക്കാട് 25 സീറ്റോടെ BJP മുമ്പിലാണ്. LDF-ന് കേവലം 8 സീറ്റ്. ഷൊർണൂർ കോൺഗ്രസ് 5 സീറ്റുള്ളപ്പോൾ 12 സീറ്റാണ് NDA-ക്ക് നേടാൻ കഴിഞ്ഞത്. ഒറ്റപ്പാലത്ത് അതുപോലെ തന്നെ കോൺഗ്രസിന് 7 സീറ്റ്, 12 സീറ്റ് BJP-ക്ക്. അങ്ങനെ അനേകം ഇടങ്ങളിൽ വിജയം BJP-ക്ക് അല്ലെങ്കിലും രണ്ടാം സ്ഥാനത്തെത്താൻ BJP-ക്ക് കഴിഞ്ഞു. അതാണ് പറഞ്ഞത് BJP-യുടെ പ്രകടനം ഏതാണ്ട് ഇരട്ടിയായെന്ന്. CPM-നെ ടാർഗറ്റ് ചെയ്യണം, കോൺഗ്രസിനെ അല്ല എന്ന കൃത്യമായ സന്ദേശം രാജീവ് ചന്ദ്രശേഖർ കൊടുത്തതിന്റെ ഫലമാണിത്. ഇനി സംഭവിക്കാൻ പോകുന്നത് വിചിത്രമായ സംഗതിയാണ്. കേരളത്തിൽ BJP വളരുമ്പോൾ ഏതെങ്കിലും ഒരു രാഷ്ട്രീയ പാർട്ടി ആ വളർച്ചയ്ക്ക് വളമാകാൻ വിധിക്കപ്പെട്ടവരാണ്. അത് ആരെ എന്നതായിരുന്നു പ്രസക്തമായ ചോദ്യം. BJP വളരുമ്പോൾ ഏത് പാർട്ടിയാണോ തളരുന്നത് ആ പാർട്ടിയാണ് BJP-യുടെ വളമാകേണ്ടത്. CPM ആണോ കോൺഗ്രസ് ആണോ എന്നതായിരുന്നു ചോദ്യം. CPM-നെ നിലനിർത്തിക്കൊണ്ട് കോൺഗ്രസിനെ വളമാക്കാനാണ് BJP ഇതുവരെ ശ്രമിച്ചത്. എന്നാൽ ഈ തെരഞ്ഞെടുപ്പ് മുമ്പോട്ട് വയ്ക്കുന്ന സൂചന കോൺഗ്രസ് ലീഗിന്റെ പിന്തുണയോടെ അങ്ങനെ തന്നെ മുമ്പോട്ട് പോകും, കൂടുതൽ ശക്തമായി. എന്നാൽ CPM BJP-യുടെ വളമായി മാറും. ഇനി വരാൻ പോകുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുമ്പ് BJP പെർഫോം ചെയ്തിരിക്കുന്ന ഇടങ്ങളിലെല്ലാം CPM-ലെ പല നേതാക്കന്മാരും അണികളും കൂട്ടത്തോടുകൂടി BJP-യിലേക്ക് വരാൻ പോകുന്ന കാഴ്ച കണ്ടറിയാം. ഏറ്റവും വലിയ BJP വിരുദ്ധർ തങ്ങളാണ് എന്ന് പറയുന്ന CPM-ന്റെ കാപട്യം പൊളിഞ്ഞെടുങ്ങാൻ പോകുന്നു. CPM-ന്റെ പല ബ്രാഞ്ച് കമ്മിറ്റികളും പാർട്ടി ഓഫീസ് സഹിതം BJP-യിലേക്ക് ചേക്കേറിയാലും അത്ഭുതപ്പെടേണ്ടതില്ല. ഈ മാറ്റത്തെ തടയാൻ അധികാരം ഉപയോഗിച്ചുകൊണ്ട് CPM പരമാവധി ശ്രമിക്കും. പക്ഷെ പിടിച്ചു നിർത്തുക പ്രയാസമാണ്. അത്രമാത്രം ജനങ്ങൾ ഈ പാർട്ടിയെ വെറുക്കുന്നു, ഈ ഭരണത്തെ വെറുക്കുന്നു എന്ന് പാർട്ടി നേതൃത്വത്തിന് ബോധ്യപ്പെട്ടത് കൊണ്ട് തന്നെ അവർ ഇടപെട്ട് പിണറായിയെ ഒതുക്കി മൂലയ്ക്ക് ഇരുത്തിയില്ലെങ്കിൽ ഇനി വരാൻ പോകുന്നത് CPM-ന്ന് BJP-യിലേക്കുള്ള ഒഴുക്കായിരിക്കും. CPM-ന് മുമ്പിലുള്ള ഏക വഴി പിണറായി വിജയനെ മുഖ്യമന്ത്രി സ്ഥാനത്തുനിന്ന് മാറ്റി ശൈലജ ടീച്ചറിനെ പോലെ ആരെയെങ്കിലും പകരം നിയോഗിച്ച് ഈ ഒഴുക്ക് തടയുക എന്നത് മാത്രമാണ്. അങ്ങനെ അവർ ചെയ്യുന്നില്ലെങ്കിൽ നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുമ്പ് തന്നെ CPM-ൽ നിന്നും BJP-യിലേക്കുള്ള ഒഴുക്ക് തുടങ്ങും. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ UDF അധികാരം ഉറപ്പിച്ചു കഴിഞ്ഞാൽ പിന്നെ CPM ബാക്കിയുണ്ടാവില്ല. പാർട്ടി ഗ്രാമങ്ങളിൽ പോലും അസ്വസ്ഥത പുകയുകയാണ്. അവരൊരു അവസരം കാത്തിരിക്കുകയായിരുന്നു. പിണറായി സർവശക്തനായി വാണതുകൊണ്ട് ഒരിക്കൽ കൂടി അധികാരത്തിലേക്ക് എത്തും എന്ന് കരുതിയതുകൊണ്ട് അവരൊക്കെ ക്ഷമിച്ചിരുന്നതാണ്. എന്നാൽ CPM-ന്റെ ചരിത്രത്തിൽ ആദ്യമായി ഗ്രാമപഞ്ചായത്തുകളിൽ പോലും ഭരണം നഷ്ടപ്പെട്ടതോടെ CPM-നെ ജനം വെറുക്കുന്നു എന്ന് സമ്മതിക്കാതിരിക്കാൻ നിവൃത്തിയില്ല. പാർട്ടി പ്രവർത്തകർ കൂട്ടത്തോടുകൂടി BJP-യിലേക്ക് പോകുന്ന സാഹചര്യം രൂപപ്പെടുന്നതിന് മുൻപ് CPM എന്തെങ്കിലും ചെയ്തില്ലെങ്കിൽ ഇനി ആ പാർട്ടി ബാക്കിയുണ്ടാവില്ല. അതെ, ചെങ്കൊടിക്ക് പകരം ഇനി കേരളത്തിൽ ഉയർന്നു കാണാൻ പോകുന്നത് കാവിക്കൊടിയാവും. കേരളത്തിലെ രാഷ്ട്രീയ ഭൂമിക മാറിമറിയുന്നു. ഒരു വശത്ത് UDF, അതായത് കോൺഗ്രസും ലീഗും അടങ്ങുന്ന പ്രസ്ഥാനം, മറുഭാഗത്ത് BJP അല്ലെങ്കിൽ NDA. ആ NDA-യിലേക്ക് ഒരുപക്ഷെ കേരള കോൺഗ്രസ് മാണി കൂടി പോയാൽ പോലും അത്ഭുതപ്പെടേണ്ടതില്ല. അത്തരത്തിലൊരു മാറ്റം ഇനിയും സംഭവിക്കാം. ഇടതുപക്ഷത്തിനൊപ്പം നിന്നാൽ ഒന്നും കിട്ടാനില്ല എന്ന് തിരിച്ചറിഞ്ഞ് ഘടകകക്ഷികൾ പതിയെ പതിയെ
കളം മാറുന്ന സാഹചര്യം ഉണ്ടാവും. അക്ഷരാർത്ഥത്തിൽ CPM പെട്ടിരിക്കുന്നു. ഇനി കേരളത്തിൽ 2 മുന്നണികളാവും CPM തികച്ചും അപ്രസക്തമാകുന്ന കാലം ഇതാ എത്തിക്കഴിഞ്ഞിരിക്കുന്നു.